ഹലോ കുട്ടികളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പം ഹസ്ബൻഡിന് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ രാവിലെ ഞാൻ ചോറിന് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കോവയ്ക്കയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കോവയ്ക്ക ഇഷ്ടമാണോ? ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി. എനിക്കും ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കോവയ്ക്കയൊക്കെ ഞാൻ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഇടത്തരം സവാള ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഞാനിവിടെ ചതച്ച മുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പം നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൊടുത്ത് ഞാനൊരു സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇച്ചിരി നേരം അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം. ഓക്കെ, ഇളക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കോവയ്ക്കൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി, ചതച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ച് പൊടികൾ ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അപ്പം ഇത് നന്നായിട്ട് ഞാൻ ഭയങ്കരമായിട്ടങ്ങ് മൊരിയിച്ചൊന്നും എടുക്കത്തില്ല. ഒന്ന് വാടി ഒന്ന് മൊരിയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഓഫ് ചെയ്യും. അത്രയും മതി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. അപ്പോൾ ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ ചിക്കൻ കറിയാണ് വെക്കണേ. ചിക്കൻ കറിയും പിന്നെ കുറച്ച് നാരങ്ങ പിക്കിൾ, ലെമൺ പിക്കിളുണ്ട്, അതുകൂടെ വെച്ച് കൊടുക്കണേ. അപ്പോൾ അതൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സിലത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ മോൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുന്നുണ്ട്. അവർക്ക് ഒരു സ്നാക്ക് ടൈമേ ഉള്ളൂ. അപ്പം അതിന് ഞാൻ ബ്രെഡ് ടോസ്റ്റും നട്ടേലയാണ് തൂത്തേക്കുന്നത് ബ്രെഡ് ടോസ്റ്റും പിന്നെ കുറച്ച് ഗ്രേപ്സുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം മോന് 10 o'clock സെക്കൻഡ് ഷിഫ്റ്റിനാവും പോകുന്നത്. അപ്പോൾ അവൻ 10 o'clock പോയിട്ട് 2:30 ആകുമ്പോൾ തിരിച്ചു വരും കേട്ടോ. മോൾക്ക് രാവിലെയാണ് സ്കൂൾ. അപ്പോൾ അവൾ രാവിലെ പോയി, അവൾക്ക് കൊടുത്തു വിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അവൾ ഓൾറെഡി 6:30 ആകുമ്പോഴത്തേനും പോവും. അപ്പം ഇവരിനി 2:30 ആകുമ്പോഴത്തേനും രണ്ടുപേരും ഒരുമിച്ചാണ് വരിക. അപ്പം പിന്നെ അവർ വന്നിട്ട് ചോറുണ്ണും. അപ്പം ഇതാണ് അവൻ്റെ സ്നാക്ക് ബോക്സിൽ ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് എടുത്തു വെച്ചു. പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നോക്കിയപ്പോൾ നൂഡിൽസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നൂഡിൽസ് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുവാണ്. പിന്നെ അതിൻ്റെ കൊടുത്ത് രാവിലെ മോൾക്ക് ഞാൻ കുറച്ച് നഗറ്റ്സ് കൊടുത്തു വിട്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അത് വറുത്തത് 2-3 പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നൂഡിൽസും നഗറ്റ്സും കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ നൂഡിൽസ് ഇഷ്ടമുണ്ട്? എനിക്ക് നൂഡിൽസ് ഇഷ്ടമാണ്. ഭയങ്കര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. അപ്പോൾ നൂഡിൽസ് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.